ഇന്ന് ഞാൻ റമദാൻ മാസത്തിൻ്റെ ഏകദേശം 17-18 ദിവസങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് റമദാനിൻ്റെ പകുതി ഇതിനകം പിന്നിട്ട് പോയി. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം സ്വന്തം മനസ്സിനോട് ഒരു ചോദ്യം ചോദിക്കണം. ഈ റമദാൻ തുടങ്ങി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ ഖുർആൻ തുറന്ന് വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്നുവരെ ഖുർആനെ സ്പർശിക്കാതെ ഈ ദിവസങ്ങൾ കടന്നുപോയവരുണ്ടോ? റമദാൻ എന്ന മാസം ഉപവാസത്തിൻ്റെ നന്മകളുടെയും മാസം മാത്രമല്ല, ഖുർആൻ അവതരിച്ച മാസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ റമദാൻ മാസവും ഖുർആനും തമ്മിൽ വളരെ ആഴമുള്ള ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഓർമ്മിപ്പിക്കേണ്ട പ്രധാന വിഷയം ഖുർആൻ എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്, നമ്മുടെ ജീവിതത്തിലും വീടുകളിലും ഖുർആൻ എത്ര പ്രധാനമാണെന്ന് എന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ എന്നാൽ വായിക്കുന്നത് എന്നാണ് അർത്ഥം. അൽ ഖുർആൻ വായിക്കപ്പെടുന്ന ഗ്രന്ഥം. അൽ ഫുർഖാൻ സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥം. അദ്ദിഖർ അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ. അൽ കിതാബ് ഗ്രന്ഥം. അന്നൂർ പ്രകാശം. അൽ ഹുദാ മാർഗദർശനം. അർ റഹ്മത്ത് കരുണ എന്നിങ്ങനെയൊക്കെ നിരവധി പേരുകളിൽ ഖുർആൻ അറിയപ്പെടുന്നു. നമുക്കറിയാം, ഇസ്ലാം മതത്തിൻ്റെ പരിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുർആൻ നമ്മുടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന 23 വർഷങ്ങൾ കൊണ്ടാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. 114 സൂറത്തുകളായി വിഭജിച്ചിരിക്കുന്ന ഖുർആൻ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാർഗനിർദ്ദേശം നൽകുന്ന സമ്പൂർണ്ണ ഗ്രന്ഥമാണ്. ഖുർആൻ ഒരു അലങ്കാര വസ്തുവല്ല, അത് തുറന്ന് വായിക്കേണ്ടതാണ്. ഓരോ അക്ഷരവും ഓതുമ്പോൾ പുണ്യം ലഭിക്കുന്നുണ്ട്. ഖുർആൻ ഹൃദയത്തിൽ സമാധാനം നൽകുന്നതോടൊപ്പം ആശങ്കയിലും പരീക്ഷണങ്ങളിലുമായിരിക്കുമ്പോൾ അത് ആത്മവിശ്വാസം നൽകുന്നു. ദിവസേന കുറച്ച് സമയം മാറ്റിവെച്ച് ഖുർആൻ ഓതുക. സ്ഥിരതയാണ് ആത്മീയ വളർച്ചയുടെ അടിസ്ഥാനം. റമദാൻ മാസം ഖുർആനുമായി പ്രത്യേക ബന്ധമുള്ള മാസമാണ്. കാരണം ഖുർആൻ അവതരിച്ചത് റമദാനിലാണ്. ഖുർആൻ ഉള്ള വീട് അനുഗ്രഹീതമായിരിക്കും. കുടുംബത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. കുട്ടികൾക്ക് നല്ല സംസ്കാരവും ദൈവബോധവും വളരും. എന്നാൽ ഒരു കാര്യം മറക്കരുത്, ഖുർആൻ വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം പോരാ, അത് വായിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ നടപ്പാക്കണം. റമദാൻ മാസം ഖുർആനുമായി പ്രത്യേക ബന്ധമുള്ള മാസമാണ്. കാരണം ഖുർആൻ അവതരിച്ചത് റമദാനിലാണ്. റമദാൻ ഉപവാസത്തിൻ്റെ മാസം മാത്രമല്ല, ഖുർആനുമായി ബന്ധം പുതുക്കാനുള്ള മാസമാണ്. ഈ മാസത്തിൽ ഖുർആൻ കൂടുതൽ ഓതണം, അതിൻ്റെ അർത്ഥം പഠിക്കണം, ഒരു ഖത്തം പൂർത്തിയാക്കാൻ ശ്രമിക്കണം. ഖുർആൻ ഓതുന്നതിനും ചില അദബുകളുണ്ട്. ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് വുളൂ ചെയ്ത് തജ്വീദിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങേണ്ടത് അള്ളാഹുവിൻ്റെ നാമത്തോടെയാണ്. ശ്രദ്ധയോടെ ശാന്തമായ സ്ഥലത്ത് ശാന്തമായ മനസ്സോടെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം. അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഖുർആൻ ശ്രദ്ധയോടെ ഭക്തിയോടെ കേട്ടിരുന്നാൽ പോലും അതിനും വലിയ പ്രതിഫലമുണ്ടെന്ന് പറയപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യമാണ് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത്. റമദാൻ മാസം വന്നാൽ ലോകമെമ്പാടും വലിയ തയ്യാറെടുപ്പുകൾ നടക്കുന്നു. കടകളും മാർക്കറ്റുകളും വലിയ ഓഫറുകളും സെയിലുകളും പ്രഖ്യാപിക്കുന്നു. വ്യാപാരം വളരാൻ എല്ലാവരും പരിശ്രമിക്കുന്നു. വ്യാപാരത്തിൽ ലാഭം നേടാൻ ആളുകൾ രാവും പകലും പരിശ്രമിക്കുന്നു. കൂടുതൽ പ്രതിഫലം കിട്ടാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടാൻ നാം എത്ര ശ്രമിക്കുന്നു? റമദാൻ മാസം വന്നാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ ഓതുന്നതാണ്. കാരണം ഖുർആൻ അവതരിച്ച മാസം തന്നെയാണ് റമദാൻ. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? മണിക്കൂറുകളോളം ഫോണിൽ ഷോർട്സ് വീഡിയോസ് കാണാൻ സമയം കണ്ടെത്തുന്നു. എന്നാൽ ഖുർആൻ തുറന്ന് വായിക്കാൻ കുറച്ച് മിനിറ്റ് പോലും ചിലപ്പോൾ മാറ്റിവെക്കുന്നില്ല. ഖുർആൻ ഒരു മതഗ്രന്ഥം മാത്രമല്ല, അതൊരു ജീവിത രീതി കൂടിയാണ്. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എന്താണ് നന്മ, എന്താണ് തിന്മ, ഇതെല്ലാം ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കുന്ന ഗ്രന്ഥം ഖുർആനാണ്. റമദാനിൽ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും എന്ന് വിശ്വാസമുണ്ട്. അതിനാൽ ഖുർആനോട് കൂടുതൽ അടുപ്പം പുലർത്തേണ്ട സമയം റമദാൻ മാസമാണ്. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണമെങ്കിൽ ഖുർആനോട് ബന്ധം വേണം. നമ്മുടെ വീടുകളിൽ സമാധാനം വേണമെങ്കിൽ ഖുർആൻ വേണം. നമ്മുടെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം വേണമെങ്കിൽ ഖുർആൻ വേണം. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ ഖുർആനെ വീണ്ടും ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ദിവസേന കുറച്ച് ആയത്തുകൾ വായിക്കാം, മനസ്സിലാക്കാം, നടപ്പാക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, അലമാരയിൽ വെച്ചിരിക്കുന്ന ഖുർആൻ മാത്രം മതിയാകില്ല. അത് തുറന്നു വായിക്കണം, മനസ്സിലാക്കണം, ജീവിതത്തിൽ നടപ്പാക്കണം. അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ. നൂറ്റാണ്ടുകൾക്കിപ്പുറവും അതിൻ്റെ അസൽ രൂപം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ വായിക്കുന്ന സമയം ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നു. വിഷമം നിറഞ്ഞ മനസ്സുകൾക്ക് ആശ്വാസം നൽകുന്ന ദൈവിക വചനമാണ് ഖുർആനിലുള്ളത്.
നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ ഒരു ഭാഗമാക്കണം. രാവിലെ കുറച്ച് ആയത്തുകൾ വായിക്കണം. കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിക്കുക. കുടുംബമായി ഖുർആൻ കേൾക്കുക. ഇത് നമ്മുടെ വീടുകളെ ആത്മീയമായി ശക്തമാക്കും. ഒരു വീട് ഭൗതിക സൗകര്യങ്ങൾ കൊണ്ട് മാത്രമല്ല സമ്പൂർണ്ണമാകുന്നത്. ആത്മീയമായ അടിത്തറ അതിനുണ്ടാകണം. ഖുർആനുള്ള വീടുകളിൽ അനുഗ്രഹം വർദ്ധിക്കുമെന്ന് പറയപ്പെടുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ശക്തമാകും. കുട്ടികൾക്ക് നല്ല സംസ്കാരവും ദൈവബോധവും വളരും. നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം വേണമെങ്കിൽ ഖുർആനോട് ബന്ധം വേണം. നമ്മുടെ വീടുകളിൽ അനുഗ്രഹം വേണമെങ്കിൽ ഖുർആൻ വേണം. ഉറച്ച വിശ്വാസം വേണമെങ്കിൽ ഖുർആൻ വേണം. പ്രത്യേകിച്ച് ഈ റമദാൻ മാസത്തിൽ നാം ഒരു തീരുമാനമെടുക്കാം. ദിവസേന കുറച്ചെങ്കിലും ഖുർആൻ ഓതാം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കാൻ, ജീവിതത്തിൽ നടപ്പാക്കാം. അപ്പോൾ നമ്മുടെ വീടുകൾ പ്രകാശമേറിയതാകും. നമ്മുടെ ഹൃദയങ്ങൾ സമാധാനത്തോടെ നിറയും. നമ്മുടെ ജീവിതം ശരിയായ ദിശയിലേക്ക് മുന്നേറും. അള്ളാഹു നമ്മെ എല്ലാവരെയും ഖുർആനോട് കൂടുതൽ അടുപ്പമുള്ളവരാക്കട്ടെ. ആമീൻ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ മഹത്വവും ഗുണങ്ങളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി കാത്തിരിക്കൂ.